രജതെ, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫേസിൽ നമ്മൾ ഇങ്ങനെ പോയിട്ടുണ്ട്. ഞാനൊക്കെ പോയിട്ടുണ്ട്. ഒരു വാഴ അല്ല, എല്ലാവരും പോയിട്ടുണ്ട്. ഈ പറഞ്ഞ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഈ പ്രോസസ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം പുതിയ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. എല്ലാം പലയിടത്ത്, പല വീട്ടിലോ പല നാട്ടിലോ വാഴകൾ അറിയപ്പെടുന്നവരാണ്. മ്യൂസീഷ്യൻസ് ഇവര് മ്യൂസിക് കൊണ്ട് കുറെ കാലമായിട്ട് നടക്കുന്നുള്ളൂ പറയുന്ന വാഴയുണ്ട്. ഞാനിതുപോലെ കുറെ കാലം സിനിമയായിട്ട് നടക്കുന്നുണ്ട് പറയുന്ന നാട്ടിലും വീട്ടിലും ഒക്കെ ഒരു വാഴയായിരുന്നു. അപ്പൊ അംഗത്തിന്റെ കാര്യത്തിലും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും ഉറപ്പായിട്ടും. ഇതിന്റെ ക്യാമറ ടീം, അതിന്റെ ഡയറക്ഷനും എല്ലാവരും, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, പ്രത്യേകിച്ച് സിനിമ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഈ ടാഗ് ലൈൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ VHS തോറ്റിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്നില്ലേ, അപ്പൊ ഒരു വാഴയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്പേസിലോട്ട് സിനിമ എത്തുന്നുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത് അങ്ങനെ തന്നെ കുറച്ച് വാഴകൾ വെച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ക്യാമറമാൻ, ഫേമസ് ആയിട്ടൊരു ക്യാമറമാൻ, സക്സസ്ഫുൾ ആയിട്ടൊരു ക്യാമറമാൻ വയ്ക്കാം, സക്സസ്ഫുൾ ആയിട്ട് മ്യൂസീഷ്യനെ വയ്ക്കാം. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മളെല്ലാം മാറ്റിയത് ഇല്ല, ഇത് വാഴകൾ സിനിമ, വാഴകൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന സിനിമ. അപ്പൊ അവർക്ക് അതിന് വെച്ചൊരു പേരുണ്ടാക്കണം. അത് അവരെ തന്നെ സിനിമ ആയിരിക്കണം. അപ്പൊ അത് ഞാൻ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണത് വർക്ക് ചെയ്തത്. വാഴ കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ട്? പഴം തരുന്നു വാഴ, എല്ലാം ഉണ്ണാ നമുക്ക്. സിനിമ കാണുമ്പോ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് വാഴയെ കുറിച്ച് കിട്ടും. പക്ഷെ ഈ വാഴയായി നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മൾ കേൾക്കാൻ പറ്റാത്തൊരു സമയം, ഓർക്കാനാണ് നമുക്കിപ്പോ ആഗ്രഹമില്ലാത്തൊരു ടൈം. പക്ഷെ അതിനകത്തും കുറെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾ വാഴയായി നടക്കുന്നതിന്റെ ഒരു ഫ്രീഡം കിട്ടില്ലേ? അങ്ങനെ ഉണ്ടോ? ഫ്രീഡം ഉണ്ടോ? ഉണ്ട്. ഒരു സുഖമാണല്ലേ, ഒരു അലസത ഇല്ലേ അതിനകത്ത്? അതെ, ആ പറഞ്ഞത് അലസത ഈക്വൽ ടു വാഴ അങ്ങനെയാണ് കിടക്കണല്ലേ? അല്ല, അത് ആ വാഴ സമയത്ത് നമുക്കൊരു അലസത ഉണ്ടാവും. നമുക്കൊന്നും അറിയില്ല. ഓപ്പോസിറ്റ് ആയിരുന്നു എനിക്ക്. ഇവൻ എന്തോ വഴി എത്തിപ്പോയ റൂട്ടാണല്ലോ ഇത്. എന്തൊക്കെ ചെയ്യുന്നു, പക്ഷെ അത് വാഴത്തനാണോ? അതൊരു പെർസ്പെക്റ്റീവ് ആണല്ലോ. കാണുന്ന ആള് വാഴ ആക്കുന്നതാണോ നമ്മളെ. എനിക്കറിയില്ല വേറെന്തായിരുന്നു, വേറെന്താ ജീവിയായിരുന്നു. പ്രത്യേകിച്ച് മ്യൂസീഷ്യൻസ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ തുടങ്ങുമ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. പാട്ട് ജോലിയൊന്നും ഇല്ലാതെ പാട്ടെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അപ്പൊ നമ്മുടെ വിചാരത്തിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ളവർക്ക് നോക്കുമ്പോ ഫേസ്ബുക്കില് പണ്ട് പരിചയപ്പെട്ടതാ ആൾക്കാരൊക്കെ. എന്നോട് ഇലക്ട്രോണിക് വേറെ ആർട്ടിസ്റ്റ് നെയിമായിരുന്നു, ഇലക്ട്രോണിക് മ്യൂസീഷ്യൻ ആയിരുന്നു. അതിന്റെ പേര് മാറ്റി എല്ലാ വർക്കിലും ഉണ്ടാവും ഈ പേര്. പണിപാടിയല്ലേ? ഓ, അടിപൊളി. ബ്രോ പറഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു. അല്ല, വാഴയെന്ന് ടേം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെയാണ് ഓർമ്മ വരുന്നത് ബേസിക്കലി. സോ ഒരു സമയത്ത് മ്യൂസിക്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണല്ലോ, അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് മുന്നിട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇതിനൊരു ഡയറക്ഷൻ ഇല്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഒരു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രി ആണെങ്കിൽ നമുക്ക് കൂടെയുള്ള കൊളീഗ്സിൻ്റെ കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കൊരു പേരുണ്ടാക്കി എടുക്കാം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എല്ലാവരുടെയും കുറ്റം പറച്ചിലും, ജോലിക്കും സെറ്റ് ആവുന്നില്ല, പഠിത്തം നടക്കുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രോപ്പർ വാഴയായിരുന്നു ഞാൻ. നന്നായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ആ വാഴ ഫേസിൽ നിന്ന് തുടങ്ങിയ പ്രോജക്റ്റാണിത്. അതെ, അപ്പോൾ 6 വർഷത്തെ ഒരു റീവർക്കിംഗ് ഉണ്ട് ഇതിൽ. അപ്പം നന്നായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ കൂടെയുള്ള എല്ലാവരും വാഴ അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഈ കടന്നുപോയ 6 വർഷം നമ്മൾ വാഴയായിട്ടിരുന്നത് ഇപ്പോഴാണ് നമ്മൾ ജഡ്ജ്. അതുകൊണ്ടാണ് ഈ പടം നടക്കാറ്. അതെ, നമ്മൾ വാഴകളായിരുന്നു. അത് നമ്മൾ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ നാട്ടുകാർക്ക് വാഴയായിരുന്നു. നമ്മൾ ഈ പടം ചെയ്യാനൊക്കെ അന്നും മ്യൂസിക് ചെയ്യാനൊക്കെ ഓടുന്നുണ്ട് എല്ലാവരും. നാട്ടുകാരാണ് വാഴയായിട്ട് നോക്കി കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ പണിയെടുക്കുന്നുണ്ടായിരുന്നു. വാഴകൾ പണിയെടുക്കുന്നുണ്ട്. അതാണ് പാരഡോക്സ് അല്ലേ? അതാണ് പാരഡോക്സ്. വാഴകൾ എന്ന് പറയുന്ന ആൾക്കാരെ പണിയെടുക്കുന്നുണ്ട്, പറയുന്നവരെ പണിയെടുക്കുന്നില്ല. മ്യൂസിക്കില് വാഴകൾ വലിയ ശല്യം ഉണ്ടാവാറില്ല. അവർക്ക് പാട്ടൊക്കെ പാടുമല്ലോ, ഒരു ഫംഗ്ഷനിൽ വിളിച്ച് പാടും. എനിക്കൊന്ന് ഡ്രമ്മിസ്റ്റ് ആയിരിക്കും വീട്ടിലെ ശല്യം, അടിച്ചു പൊളിക്കും പുള്ളി. മ്യൂസീഷ്യൻ അനുസരിച്ചിരിക്കും. അല്ല, പാടുന്നവർക്ക് കുഴപ്പമില്ല, പ്രൊഡക്ഷൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, വീട്ടുകാർക്ക് എന്താ ചെയ്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. ജീവിതം കളയാ. അല്ല, എല്ലാരും അതാണല്ലോ ചോദിക്കുന്നത്. മറ്റെന്താണ് മ്യൂസിക്കിലൊക്കെയാണ്, അപ്പൊ പാടൂ ഇല്ല, അപ്പൊ കീബോർഡ് അല്ല, തബല, അതായത് നമുക്ക് ഒരു ലാക്കുള്ള ഒരു സോണാണ് ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നാലും നമുക്കൊരു അവയർനെസ് കുറവുണ്ട്. ഹൗ ഇസ് മ്യൂസിക് മെയ്ഡ് എന്നുള്ള കാര്യത്തിനകത്ത് നമ്മുടെ ജനറൽ ഓഡിയൻസിനായിരുന്നാലും ആ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് അപ്പോൾ നമ്മളിപ്പോഴും മറ്റേ ഒരു പക്ഷേ എല്ലാവരെയും സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒരേ ടൈമിൽ റെക്കോർഡ് ചെയ്യായിരിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വലിയൊരു ഓഡിയൻസ് നമ്മുടെ ഇടയിൽ ഉണ്ടാകും. അപ്പോൾ ഈവൻ ടേംസ് ലൈക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പുതിയൊരു ടേമാണ് ഫോർ മെജോറിറ്റി ഓഫ് ദി ഓഡിയൻസ് എന്ന് തന്നെ പറയാം. അപ്പൊ അവർക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. മ്യൂസീഷ്യൻ ആണെന്ന് പറഞ്ഞ് നിർത്തുന്നതാണ് ബേസിക്കലി കമ്പ്യൂട്ടർ ചെയ്യുന്ന ഈസി പരിപാടിയാണ് മ്യൂസിക് പ്രൊഡക്ഷൻ എന്നൊരു ധാരണയുണ്ട്. ഒരു ക്ലിക്കിൽ സെറ്റ് ആവുന്ന ഒരു പരിപാടിയാണെന്നൊരു ധാരണയുണ്ട്.
പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ചോദിക്കും പടം പ്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ കുറെ റെക്കോർഡിംഗ് എന്നാണ് പറഞ്ഞോണ്ട് രക്ഷപ്പെട്ടു. എന്ത് ജോലിയാ? റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് ആണെന്ന് പറയുന്നത്. റെക്കോർഡിംഗ് ആണ് ജോലി. പക്ഷെ ഇവർക്കൊക്കെ പെർഫോം ചെയ്യാനും കൂടെ പറ്റുന്നത് അധികം വാഴയാൻ വേണ്ടി വന്നിട്ടുണ്ടാവില്ല. പ്രൊഡ്യൂസറാണ്, പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ വയലിന് വായിച്ച് കേൾപ്പിക്കാം. അപ്പൊ വീട്ടുകാർക്ക് ഒരു ക്ലാസ് എടുക്കാം. അപ്പൊ അത് കുറച്ചുകൂടെ നല്ലൊരു ഗ്രേഡ് കൂടിയ വാഴയാണ്. പ്രീമിയം വാഴ. പോയിട്ട് എങ്ങനെയാ ഗിറ്റാർ ബ്രോ പറയാ? ഞാൻ ആക്ച്വലി ഗിറ്റാറിസ്റ്റ് ഒന്നുമല്ല. പഠിച്ചുപോയി. അതുകൊണ്ട് 4-5 കോഡ്സ് അറിയാം. ഞാനും ജലപ്രോ പോയിട്ടാണ് ജാം ചെയ്തോണ്ടിരുന്നത്. ഇങ്ങനെ സംഭവം ഉണ്ട്, ഇങ്ങനെയാണ് ഒരു തീം ഇതാന്ന് പറഞ്ഞപ്പോ നമുക്ക് പാട്ടുണ്ടാക്കാന്ന് വെച്ച് ഇങ്ങനെ പോയി. ഇങ്ങനെ തീം ഇങ്ങനെ ആലോചിച്ചപ്പോ നമുക്ക് വെറൈറ്റി പിടിക്കാം. മതിലും ഫയൽ കറക്റ്റ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കറക്റ്റ് ഓരോ ലൈൻ ബൈ ലൈൻ മതിലും ഫയൽ തമ്മിലുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്, റിലേഷനാണ് കാണിക്കുന്നത്. അപ്പൊ ഞങ്ങള് ചുമ്മാ ജാം ചെയ്ത് ഇങ്ങനെ വണ്ടിനെ തേടിന്റെ സ്റ്റൈല് പിടിക്കണ്ട, പക്ഷെ ആ ഇമോഷൻ വേണമെന്ന് ഉള്ള രീതിക്ക് ഇപ്പൊ കുറച്ച് കോഴ്സ് ഇങ്ങനെ വായിച്ചപ്പോ തന്നെ ട്യൂൺ വന്നു. അപ്പൊ ഞാൻ ഭയങ്കര വൃത്തിയോടായിട്ട് ഗിറ്റാർ വായിച്ചത്. ഞാൻ പറഞ്ഞു നമുക്ക് നല്ല ഗിറ്റാറിസ്റ്റ് കൂടെ വായിപ്പിക്കാം. പറ്റില്ല, നീ വായിക്കുന്ന വൃത്തിയോടുണ്ട്. അത് യോജിച്ചു. അതാണ് ടീം യോജിച്ചു.